രാജാവിന്റെ ഉറ്റ സുഹൃത്തും ലിംബോയുടെ അമ്മാവനുമായ ജനറൽ ഹോയുടെ മരണ ദിവസമാണ്. കൊട്ടാരത്തിൽ എല്ലാ രാജകുമാരിമാരും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. ആ സമയത്ത് ക്ഷണിക്കാത്ത അതിഥിയായി രാജാവിന്റെ അമ്മായി രണ്ടാം മഹാറാണിയുടെ സീറ്റിലേക്ക് വന്നിരിക്കുകയാണ്. തന്റെ പേരക്കുട്ടിക്ക് ലിംബോയെ നഷ്ടപ്പെട്ട ദേഷ്യത്തിലായിരിക്കും അവരവിടേക്ക് കയറി വന്നിട്ടുണ്ടാവുക. ഇതറിഞ്ഞ് രണ്ടാം മഹാറാണി അവിടേക്ക് അപ്രതീക്ഷിതമായി കയറി വരികയും അമ്മായിയെ അവിടുന്ന് എഴുന്നേൽപ്പിക്കുകയും ചെയ്യുകയാണ്. ലിംബോയെയും ഷാഷങ്ങിനെയും കളിയാക്കാൻ നോക്കുമ്പോഴൊക്കെ രണ്ടാം മഹാറാണി അവരുടെ രക്ഷയ്ക്ക് എത്തുകയാണ്. ഒടുവിലായി എല്ലാവരും അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ വേണ്ടി വരിക്ക് നിൽക്കുകയാണ്. മൂന്നാം രാജകുമാരി ഇതിനിടയ്ക്ക് വെച്ച് ഷാഷങ്ങിനെ ഒരുപാട് കളിയാക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. അതിന് പകരമായി രാജകുമാരി പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരുടെ ഉടുപ്പ് വിളക്കിന്മേൽ കൊളുത്തി വെക്കുകയാണ്. അവർ എഴുന്നേൽക്കുന്ന സമയത്ത് ഉടുപ്പ് തീ പിടിക്കുകയും അതിന്റെ ഉള്ളിൽ ആഡംബരമായി ഇട്ടിരുന്ന വസ്ത്രം എല്ലാവരും കാണാനിടയാവുകയും ചെയ്യുകയാണ്. ഇത് കണ്ട് രാജാവിന് കലി കയറി രാജകുമാരിയെ ശിക്ഷിക്കാൻ ആജ്ഞാപിക്കുകയാണ്. ഈ സാഹചര്യം മുതലെടുത്ത് രണ്ടാം മഹാറാണിയുടെ സഹോദരൻ അവർക്കും മഹാറാണിക്കും ഇടയിൽ ഒരു വെറുപ്പുണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷേ രണ്ടാം മഹാറാണി സഹോദരനെ അവിടുന്ന് ആട്ടിയിറക്കുകയാണ്.